ഇന്ന് നമ്മളെ മാലേ ടൗണിലെ കറക്കമൊക്കെ നിർത്തി നമ്മളുടെ ദ്വീപിലേക്ക് പോവുകയാണ്. ദ്വീപിലേക്ക് പോകാൻ 2 വഴികളാണ് ഉള്ളത്. ഒന്നെന്ന് പറഞ്ഞാൽ നമുക്ക് കടൽ മാർഗ്ഗം പോവാം, അല്ലാന്നുണ്ടെങ്കിൽ വിമാനത്തിൽ പോവാം. അപ്പോൾ നമ്മൾ സെലക്ട് ചെയ്തത് ബോട്ട് യാത്രയാണ്. ബോട്ട് യാത്ര തന്നെ 2 തരത്തിലുണ്ട്. ഒന്നെന്ന് പറഞ്ഞാൽ സ്പീഡ് ബോട്ടാണ്, രണ്ടാമത്തേത് മാലേ ടൗണിൽ നിന്ന് ചരക്കുമായിട്ട് പോകുന്ന വണ്ടികളാണ്, വലിയ കപ്പലുകൾ. പക്ഷേ സ്പീഡ് ബോട്ടിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മളെ ദ്വീപിലേക്ക് 4 മണിക്കൂറാണ് എടുക്കുക. ചരക്ക് കപ്പലിനെ പറ്റി നമുക്കൊന്നും പറയാൻ പറ്റില്ല. പോകുന്ന വഴിയിലുള്ള എല്ലാ ദ്വീപുകളിലേക്കുള്ള സാധനങ്ങൾ ആ കപ്പലിൽ തന്നെ ആയിരിക്കും ഉണ്ടാവുക. ഓരോ ദ്വീപിലും സാധനങ്ങൾ കയറ്റാനും ഇറക്കാനുമായിട്ട് വണ്ടി നിർത്തി പോകുന്നതുകൊണ്ട് തന്നെ 12 മണിക്കൂർ മുതൽ 24 മണിക്കൂർ വരെ ചിലപ്പോൾ എടുക്കാറുണ്ട്. ബോട്ട് എടുക്കുന്നതിൻ്റെ ഒരുപാട് മുമ്പ് എത്തിയതുകൊണ്ട് തന്നെ കുറേ നേരം ഇവിടെ പോസ്റ്റായിരിക്കേണ്ടി വന്നു. അപ്പോഴാണ് കേട്ടത് മാർക്കറ്റിൻ്റെ ബാക്കിൽ ഒരുപാട് തിരണ്ടികളെ കാണാൻ കഴിയുന്നു. അപ്പോൾ അതൊന്ന് പോയി കാണാമെന്ന് വിചാരിച്ച് ഞങ്ങൾ വേഗം അങ്ങോട്ട് നടന്നു. അവിടെ പോയപ്പോൾ വലിയ തിരണ്ടികളെ ഒരുപാട് എണ്ണത്തിനെ കാണാൻ പറ്റി. മാർക്കറ്റിൽ നിന്ന് കിട്ടുന്ന വേസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ടാണ് അവരിവിടെ തൊട്ടടുത്ത് വന്ന് നിൽക്കുന്നത്. തിരണ്ടികളുടെ ഇടയിൽ ഒരു വലിയ ഷാർക്കിനെ ഞങ്ങൾക്ക് കാണാൻ പറ്റി. ഈ ഷാർക്കിനെയും അതുപോലെ തന്നെ തിരണ്ടീനെയും ഇവിടുത്തെ ആളുകൾ പിടിക്കില്ല എന്നാണ് കേട്ടത്. അതിവിടെ ഇല്ലീഗലാണത്രേ. 7 മണി ആവാനായതുകൊണ്ട് തന്നെ വേഗം ഞങ്ങൾ ബോട്ടിൻ്റെ അടുത്തേക്ക് പോയി. അപ്പോഴേക്കും നമ്മളുടെ ബോട്ടിലെ ജീവനക്കാർ എല്ലാ യാത്രക്കാരുടെയും ലഗേജുകൾ അതത് ഐലൻഡുകളുടെ ടാഗുകൾ കെട്ടി സുരക്ഷിതമായി എടുത്തു വയ്ക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ബോട്ടിൻ്റെ ഉള്ളിൽ ഞങ്ങളുടെ സീറ്റിൽ പോയി ഇരുന്നു. ആദ്യത്തെ ബോട്ട് യാത്ര ആയതുകൊണ്ട് തന്നെ വൊമിറ്റിങ്ങിനുള്ള സാധ്യതകളുണ്ട് എന്ന് തലേ ദിവസം മാലി ടൗണിൽ നിന്ന് പരിചയപ്പെട്ട ആളുകൾ ഞങ്ങളോട് പറഞ്ഞിരുന്നു. എന്നിരുന്നാലും യാതൊരുവിധ പ്രിക്കോഷൻസും ഞങ്ങൾ എടുത്തിരുന്നില്ല. മെഡിസിനൊന്നും ഞങ്ങളുടെ കയ്യിൽ ഉണ്ടായിരുന്നില്ല. പക്ഷേ ഭക്ഷണമൊന്നും കഴിക്കാതെയാണ് ഞങ്ങൾ യാത്രയ്ക്ക് ഇറങ്ങിയത്. വേഗത്തിൽ പൊയ്ക്കൊണ്ടിരുന്നിരുന്ന സ്പീഡ് ബോട്ട് പെട്ടെന്ന് നടുക്കടലിലെത്തിയപ്പോൾ പന്തിയല്ലാത്ത രീതിയിൽ ഡ്രൈവർ വണ്ടി നിർത്തിയിട്ടു. എന്താണെന്ന് മനസ്സിലാവാതെ നോക്കിക്കൊണ്ടിരുന്നപ്പോൾ എന്തോ പന്തികേടാണെന്ന് മാത്രം മനസ്സിലായി. ബാറ്ററി കേടായതോ മറ്റോ ആണെന്ന് അവരുടെ ആംഗ്യ ഭാഷകളിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കി. ഡ്രൈവർ ഒരു ടൂൾ കിറ്റും എടുത്ത് ബോട്ടിൻ്റെ ബാക്ക് സൈഡിലേക്ക് പോയി 5 മിനിറ്റ് കൊണ്ട് തന്നെ വീണ്ടും ബോട്ട് സ്റ്റാർട്ടാക്കി യാത്ര തുടങ്ങി. പോകുന്ന വഴി ഇതുപോലെ പല ഐലൻഡുകളിലും കയറിയാണ് യാത്ര തുടർന്നുകൊണ്ടിരുന്നത്.